നമസ്കാരം. 78ാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലെത്തി ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തി ദേശീയ പതാക ഉയർത്തിയത്. വികസിത് ഭാരത് 2047 എന്നത് വെറും വാക്കല്ല, 140 കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യവും സ്വപ്നവുമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 40 കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് അടിമത്തത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന് ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശിച്ചു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രത്യേക അതിഥികളായി 6000-ഓളം പേർ ചെങ്കോട്ടയിൽ ഉണ്ടായിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവർക്കും ക്ഷണമുണ്ടായിരുന്നു. വികസിത് ഭാരത് 2047 എന്നതാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വയനാട് ഉരുൾപൊട്ടലിനെ പ്രധാനമന്ത്രി പരോക്ഷമായി പരാമർശിച്ചു. പ്രകൃതി ദുരന്തത്തിൽ നിരവധി ജീവനുകളും സ്വത്തും നഷ്ടപ്പെട്ടു. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പം രാജ്യം ഉണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബഹിരാകാശ മേഖലയിലും ഇന്ത്യ മികച്ച നേട്ടം കൈവരിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഫലമായി നിരവധി സ്റ്റാർട്ടപ്പുകൾ കടന്നു വരുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ ബാങ്കുകൾ ലോകത്തെ ഏറ്റവും ശക്തമായ ബാങ്കുകളുടെ ഗണത്തിൽപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബാങ്കിംഗ് മേഖലയിൽ പരിഷ്കാരങ്ങളാണ് ഇത് സാധ്യമാക്കിയത്. ഇത്തരം പരിഷ്കരണങ്ങൾ വളർച്ചയുടെ ബ്ലൂ പ്രിന്റാണ്. എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷം തുടർച്ചയായി 11 സ്വാതന്ത്ര്യദിന പരിപാടികളിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2014 പ്രധാനമന്ത്രി ആദ്യമായി ചെങ്കോട്ടയിൽ സ്വച്ഛ് ഭാരത്, ജൻധൻ അക്കൗണ്ടുകൾ എന്നീ പരിപാടികൾ പ്രഖ്യാപിച്ചത്.